ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. കന്യാമറിയാമിൻ്റെ ഒരു സുവിശേഷം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ അത് ഒരു തലക്കെട്ടോടു കൂടിയോ മറ്റ് സുവിശേഷങ്ങളെ പോലെ കന്യാമറിയാമിൻ്റെ പേരിലോ പ്രത്യേക പുസ്തകമായോ ഒന്നുമല്ല വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10 വാചകങ്ങൾ മാത്രമേ ഈ സുവിശേഷത്തിനുള്ളൂ. എങ്കിലും ഓർത്തഡോക്സ് സഭയുടെ എല്ലാ ആരാധനകളിലും, എല്ലാ ദിവസത്തെയും രാത്രി നമസ്കാരത്തിലും, ഞായറാഴ്ചകളിലെ പ്രഭാത നമസ്കാരത്തിലും, ദുഃഖവെള്ളിയാഴ്ച ആരാധനയിൽ പോലും ഈ സുവിശേഷ ഭാഗം വായിക്കുന്നുണ്ട് എന്നുള്ളതിനാൽ ഈ സുവിശേഷത്തിന്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള 10 വാക്യങ്ങളിലാണ് ഈ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിയാമിന്റെ പാട്ട് എന്ന പേരിൽ നമുക്കിത് സുപരിചിതമാണെങ്കിലും ചെറിയ ബാലിയായ കന്യക മറിയാമിന് ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അവബോധങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഇതിനൊരു സുവിശേഷത്തിന് നിറവും മികവുമുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കന്യക മറിയാമും എലിസബത്തും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന സംഭവത്തിന്റെ അനുബന്ധമായാണ് ഈ സുവിശേഷത്തിന്റെ പ്രഖ്യാപനം മറിയാം നടത്തുന്നത്. ബാലികയായ കന്യക മറിയാമിന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പും അതിന്റെ പിന്നാലെ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളും എല്ലാം പൂർണ്ണമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ലോകരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയോട് മറിയാം പൂർണ്ണമായി യോജിച്ച് നിൽക്കുകയും സ്വയം അതിനുവേണ്ടി തന്നെ താൻ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഈ വാർത്തയുടെ രഹസ്യം അറിയാവുന്ന ലോകത്തിലെ ഏക വ്യക്തി എലിസബത്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എലിസബത്തിനെ സന്ദർശിക്കുവാനായി മറിയാം പുറപ്പെടുന്നത്. വളരെ സാഹസികമായ ഒരു യാത്രയാണ് മറിയാം നിർവഹിക്കുന്നത്. ഏകദേശം 200 കിലോമീറ്റർ ദൂരം ഈ ഗലീലായിൽ നിന്ന് യെരുശലേം യഹൂദിയായിൽ എലിസബത്ത് താമസിക്കുന്ന സ്ഥലത്തേക്കുണ്ട്. എങ്ങനെ ഇത്രയും ദൂരം സഞ്ചരിച്ചു, എങ്ങനെ പോയി എന്നൊന്നും വേദപുസ്തകത്തിൽ സൂചന ഇല്ല. എങ്കിലും വളരെ ദുഷ്കരവും സാഹസികവുമായ ആ ദൗത്യം പിഞ്ചെ ബാലിയായ കന്യക മറിയാം ധൈര്യത്തോടെ ഏറ്റെടുത്താണ് എലിസബത്തിന്റെ ഭവനത്തിൽ എത്തിച്ചേരുന്നത്. ഏത് ദുഷ്കരമായ ദൗത്യവും തൻ്റെ ഇടത്തോടെ ഏറ്റെടുക്കുവാനുള്ള ആത്മധൈര്യമുള്ള വ്യക്തിയായിരുന്നു കന്യക മറിയാം എന്നത് ഈ സംഭവം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്നവർക്ക് എത്ര വലിയ ദുഷ്കരമായ ദൗത്യവും ആയാസരഹിതമായി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ സന്ദേശം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അവബോധം കന്യക മറിയാം നേടിയിരുന്നു എന്നതാണ്. കന്യക മറിയാമിന്റെ സുവിശേഷം എന്ന് ആദ്യമേ സൂചിപ്പിച്ച ഭാഗം കൃത്യമായി വ്യാഖ്യാനിച്ചാൽ ഓരോ വരികളിലും എത്ര ആഴമായ ദൈവാവബോധം നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകും. എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ് ആദ്യ വാചകം. ദൈവനാമ മഹത്വമായിരിക്കണം ഓരോ മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം. ആ ലക്ഷ്യം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ നമുക്കിടയാകരുത്. മറ്റൊന്നിനെയും മഹത്വപ്പെടുത്തുവാനോ സ്വയമഹത്വം ആഗ്രഹിക്കുവാനോ പാടില്ല. ഇന്ന് ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരുമെല്ലാം യെശയ്യാ പ്രവചനം 29:13 പറയുന്നത് പോലെ അധരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് വിദൂരമായിരിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരോട് കന്യക മറിയാം പറയുന്നു, ഉള്ളം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന്. 2, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്ന് മറിയാം പറയുന്നു. ലോകരക്ഷിതാവായ കർത്താവിനെയാണ് താൻ ഉള്ളത്തിൽ വഹിക്കുന്നതെന്ന് കന്യക മറിയാമിന് നല്ലതുപോലെ അറിയാം. എങ്കിലും അവൻ എൻ്റെയും കൂടെ രക്ഷിതാവാണ് എന്നും ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് ഒരു രക്ഷിതാവ് ആവശ്യമാണെന്നും ഞാൻ അവനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്നും കന്യക മറിയാം ഈ പ്രഖ്യാപനത്തിലൂടെ ഉദ്ഘോഷിക്കുകയാണ്. യേശുവിനെ കർത്താവും രക്ഷിതാവും എന്ന് അവൻ്റെ ജനനത്തിന് മുൻപേ തന്നെ വിശ്വസിച്ച് ഏറ്റുപറയുന്ന ആദ്യ വ്യക്തി കന്യക മറിയാമാണെന്ന് ഈ ഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. തുടർന്ന് ദൈവത്തെക്കുറിച്ച് അവൾ മനസ്സിലാക്കിയ രഹസ്യങ്ങൾ ലോകത്തോട് വെളിപ്പെടുത്തുന്നത് നോക്കിയാൽ എത്ര ആഴമായ ദൈവ അവബോധം കന്യക മറിയാമുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. 1, അവൻ പരിശുദ്ധനാണ്. 2, അവൻ ശക്തിമാനാണ്. 3, അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം നൽകുന്നവനാണ്. 4, അവൻ അഹങ്കാരികളെ ചിതറിക്കുന്നവനാണ്. 5, അവൻ താഴ്മയുള്ളവരെ ഉയർത്തുന്നവനാണ്. 6, അവൻ വിശന്നിരിക്കുന്നവർക്കും ദരിദ്രർക്കും നന്മകൾ കൊണ്ട് സമൃദ്ധി വരുത്തുന്നവനാണ്. 7, അവൻ നമ്മുടെ പിതാക്കന്മാരോടും അബ്രഹാമിനോടും അരുളി ചെയ്ത സകല വാഗ്ദത്തങ്ങളും നിറവേറ്റിയിരിക്കാൻ അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. തുടങ്ങി ദൈവത്തെക്കുറിച്ച് എത്ര ശ്രേഷ്ഠമായ അവബോധമാണ് തൻ്റെ സുവിശേഷത്തിൽ കന്യക മറിയാം പ്രഖ്യാപിക്കുന്നത്. ഈ ആഴമായ അവബോധം അവളെ ദൈവമാതാവായി തിരഞ്ഞെടുക്കുവാനും തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തുവാനും മുഖാന്തരമായി. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി അവനെ പിൻപറ്റുവാനും ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക പദ്ധതികളിൽ പങ്കാളികളാകുവാനും
ദൈവകൃപയുടെ ഭാഗ്യം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുവാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.